യാത്രയാണോ? അതേ ഉള്ളൂ. വലിയ സമ്മർദ്ദം രാജിക്ക് വേണ്ടിയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ പക്ഷെ വീണ്ടും വന്ന് തന്റെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് ആ വിഷയമെന്ന് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി 24 മണിക്കൂറിനകം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പ് സ്ഥാനത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നീടും ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ പാർട്ടിയുടെ നേതാക്കന്മാർ, ഉന്നതമായ നേതാക്കന്മാർ, പാർട്ടി നേതാക്കന്മാരെല്ലാം വളരെ ഗൗരവതരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഇത്തരം കാര്യങ്ങൾ എന്താണ് പാർട്ടിയുടെ തീരുമാനമെന്ന് നിങ്ങളെ അറിയിക്കാം. ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല. കെ ആർ സജു തുടരുന്നു. കെ ആർ സജു, KC വേണുഗോപാലിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഗൗരവമായ വിഷയം, കൃത്യമായ നിലപാട് പാർട്ടി ഇതിനു മുമ്പ് ഈ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിലും അത് തന്നെ ഉണ്ടാകുമെന്ന് KC വേണുഗോപാലും പറയുന്നു. മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയാണ് ഈ വിഷയത്തിൽ എന്നാണ് KC പറയുന്നത്. കെ ആർ സജു, കേരളത്തിന്റെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് KC വേണുഗോപാൽ സംസാരിച്ചത് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം മുതിർന്ന നേതാക്കളുമായുള്ള ആശയവിനിമയം നടക്കുകയാണ്. ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമുണ്ടാവും. ഗൗരവമായ കാര്യമാണ് എന്ന് KC വേണുഗോപാൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശദീകരണങ്ങളെ ഒന്നും ഇപ്പോൾ നേതാക്കൾ ഗൗരവത്തിൽ പോലും എടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏറ്റവും ഗൗരവമായ നടപടി എടുത്തത് അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ്. ബാക്കി കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുകയാണ്. തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് KC വേണുഗോപാലും പറഞ്ഞു വെച്ചത്. അതായത് രാഹുൽ ജനപ്രതിനിധി സ്ഥാനം കൂടി രാജിവെക്കണം എന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിലാണെന്ന് ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നതിന് തുല്യമാണ് KC വേണുഗോപാലിന്റെ വാചകങ്ങളെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിടത്തേക്ക് തിരിച്ചുപോയാൽ, രാഹുലിന് മറുപടി പറയാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്ന ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് തന്നെ വിശദീകരണങ്ങൾ നൽകാമായിരുന്നു. അതൊന്നും നൽകാതെയാണ് തന്നെ കേൾക്കുന്നില്ല എന്ന വാദം രാഹുൽ ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷന്, പാലക്കാട്ടെ ജനപ്രതിനിധിക്ക്, അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾക്ക് മുന്നിലെങ്കിലും വിശദീകരിക്കാൻ കഴിയേണ്ടതല്ലേ? തനിക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി അല്ലെങ്കിൽ തന്റെ ഭാഗം എന്ത് എന്ന് വിശദീകരിക്കാൻ കഴിയേണ്ടതാണ്. അത് കഴിയാത്ത ഒരു വാർത്താ സമ്മേളനമാണ് കടന്നുപോയത്. അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ മാത്രം മറുപടി പറഞ്ഞു. അതിലൂടെ തന്നെ കുരുക്കാൻ ശ്രമമുണ്ടായി. ഒരു ഗൂഢാലോചന സിദ്ധാന്തം ചമയ്ക്കുക മാത്രമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഗൗരവമായ ആക്ഷേപങ്ങൾ മറ്റിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നതാണ്. ആ ഒരൊറ്റ ആക്ഷേപത്തിന് പോലും രാഹുൽ മാങ്കൂട്ടം മറുപടിയോ വിശദീകരണമോ നൽകിയിട്ടില്ല ഇന്നത്തെ ദിവസം എന്നതാണ് പ്രധാനപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടം വിശദീകരണം നൽകാനെത്തുമ്പോൾ നൽകേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല.